സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളെ, നമ്മയേറെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന സർവശക്തനായ അല്ലാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ച് രഹസ്യ ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് വളരെ ഗൗരവത്തിൽ ഉണർത്തുകയാണ്. പരിശുദ്ധ റമദാനിൻ്റെ ആദ്യത്തെ 10 രാവുകൾ ഇന്നത്തോടുകൂടി അവസാനിക്കുകയാണ്. വളരെ പെട്ടെന്നാണ് റമദാനിൻ്റെ ഓരോ ദിവസങ്ങളും കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. ആഴ്ചകൾ ദിവസങ്ങളെപ്പോലെയും, ദിവസങ്ങൾ മണിക്കൂറുകളും, മണിക്കൂറുകൾ മിനിറ്റുകളും, മിനിറ്റുകൾ സെക്കൻഡുകളും പോലെ വളരെ ശീഘ്രതയിൽ ഓരോ ദിവസങ്ങളും പോയിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നിട്ടിരിക്കുന്ന ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രങ്ങൾ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ആലോചിക്കാനും ചിന്തിക്കാനുമുള്ള ഒരു സമയം കൂടിയാണ്. കഴിഞ്ഞ എത്രയോ വർഷങ്ങൾ റമദാനുകൾ നമുക്ക് ലഭിച്ചിട്ട് ആ റമദാനുകൾ കൊണ്ട് വലിയൊരു മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ, ഈ റമദാനെങ്കിലും തൻ്റെ ജീവിതത്തിലെ അവസാനത്തെ റമദാനാണെന്ന് മനസ്സിലാക്കി, റമദാനുകൾ എല്ലാ വർഷങ്ങളും വരുമെങ്കിലും നമ്മൾ എത്ര റമദാനുകൾ സാക്ഷ്യം വഹിക്കാൻ സാധിക്കുമെന്നും പറയാനൊന്നും സാധ്യമല്ല. ഇനി ഒരു അടുത്ത റമദാനിൽ നമ്മളിൽ കൂട്ടത്തിൽ എത്ര ആളുകൾ ഉണ്ടാകുമെന്നും പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഓരോ ദിവസങ്ങളും കഴിവിൻ്റെ പരമാവധി റബ്ബിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുവാനും സൂക്ഷ്മതയോടുകൂടി ജീവിക്കുവാനും നാം ഓരോരുത്തരും ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള നല്ലവരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹം ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൽ പല നന്മകളും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. പക്ഷെ നന്മകൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ പല തിന്മകളും നമ്മൾ അറിയാതെ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട് എന്നുള്ളത് സത്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഒരു നന്മയെയും നമ്മൾ നിസ്സാരമായി കാണാൻ പാടില്ല. അതേപോലെ തന്നെയാണ് ഒരു തിന്മയെയും നിസ്സാരമായി കാണരുത്. ഫമൻ യഅമൽ മിത്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിത്ഖാല ദർറത്തിൻ ശർറൻ യറ എന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്ത്, ഒരാൾ ഒരു അണുമണി തൂക്കം നന്മ ചെയ്താൽ അതേപോലെ തന്നെ ഒരു തിന്മ ഒരു അണുമണി തൂക്കം ചെയ്താൽ നാളെ റബ്ബിന്റെ മുമ്പിൽ എന്ത് ചെയ്യും? നമ്മൾ കണ്ടെത്തും, നമ്മളെ കാണിച്ചു തരും എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. സഹോദരന്മാരെ, യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ നാം എന്ത് ചെയ്യണം എന്നുള്ളത് അത് അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലുമാണ് നമുക്ക് പഠിപ്പിച്ചു തരേണ്ടത്. ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ ചില തിന്മകൾ ചെയ്യുമ്പോൾ അതൊന്നും സാരില്ല എന്ന് വിചാരിച്ചുകൊണ്ട് മാറ്റിവെക്കുന്നവരുണ്ട്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മാ അഹല്ലല്ലാഹു ഫീ കിതാബിഹി ഫഹുവ ഹലാലുൻ, അള്ളാഹുവിന്റെ കിതാബിൽ അള്ളാഹു ഹലാലാക്കി എന്തൊക്കെയുണ്ടോ അതൊക്കെ ഹലാലാണ് നമുക്ക്. വമാ ഹറമ ഫഹുവ ഹറാം, അതേപോലെ തന്നെ അള്ളാഹുവിന്റെ കിതാബിൽ അള്ളാഹു ഹറാമാക്കി എന്തൊക്കെയുണ്ടോ അത് മുഴുവനും നമുക്കെന്താണ്? ഹറാമാണ്. ആ ഹറാമുകളും ഹലാലുകളും കൃത്യമായി മനസ്സിലാക്കി തൻ്റെ ജീവിതത്തിൽ ഹറാമുകൾ വരാതിരിക്കാൻ വേണ്ടി സഹോദരന്മാരെ നമ്മൾ കഠിന പ്രയത്നങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ്
ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ചില ആളുകൾ വന്നിട്ട് നബിയുടെ ജീവിത രീതിയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി വന്നു. 3 ആളാണ് വന്നത്. നബി എങ്ങനെയാണ്? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം നബി മനുഷ്യരുടെ കൂട്ടത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായ വ്യക്തിയാണ്. അത് മാത്രമല്ല, നാളെ സ്വർഗം ഉറപ്പാണ്. നാളെ സ്വർഗത്തിലേക്ക് ആദ്യമായി പോകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. ആ റസൂലിനെ കുറിച്ചിട്ട് പഠിക്കാൻ വേണ്ടിയാണ് 3 ആളുകൾ എന്ത് ചെയ്യുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് എത്തുന്നത്. ഈ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ ആയിഷ റളിയല്ലാഹു അൻഹയാണ് ഉണ്ടായിരുന്നത്. അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭാര്യയാണ് ഉണ്ടായിരുന്നത്. ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ ജീവിത ക്രമങ്ങളെ സംബന്ധിച്ചും അവർ ചോദിക്കുകയാണ്. കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാ പാപങ്ങളും പുറത്തു കൊടുത്തതാണ്. പാപം ചെയ്യാത്ത വ്യക്തിയാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ കുറിച്ച് പഠിച്ചിട്ട് വേണം ഞങ്ങളുടെ ജീവിതം നന്നാക്കണം എന്ന് ആഗ്രഹിച്ച 3 ആളുകൾ. ആ കൂട്ടത്തിൽ ഈ 3 ആളുകൾക്ക് എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തു, മനസ്സിലാക്കി കൊടുത്തു. അപ്പോഴാണ് 3 ആളുകളും വിചാരിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയൊന്നും പോരാ, നമ്മൾ ഇതിനേക്കാളും ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ട് ആ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞത് എന്താണെന്നറിയോ? അമ്മ അന ഫഇന്നി ഉസല്ലി ലൈല അബദ. ഞാൻ എന്ത് ചെയ്യും? രാത്രിയിൽ എപ്പോഴും നിസ്കരിക്കും, ഫുൾ ടൈം രാത്രി നിസ്കരിക്കുക. രാത്രി നിസ്കാരം എന്താണ്? ഏറ്റവും പവിത്രമായ നിസ്കാരമാണ്. ഫർള് നമസ്കാരത്തിന് ശേഷം ഏറ്റവും നല്ല നമസ്കാരം ഉണ്ടെങ്കിൽ അതെന്താണ്? രാത്രി നിസ്കാരമാണ്. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നിസ്കരിക്കാറുണ്ട്. അത് മനസ്സിലാക്കിയ ഈ വ്യക്തി മനസ്സിലാക്കി എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി മുഴുവൻ നമസ്കരിക്കാറില്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്യാണ്? മുഴുവൻ നിസ്കരിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. മറ്റൊരാൾ വഖാലൽ ആഖറു അന അസൂമു ദഹർ വലാ അഫ്തർ. ഞാൻ എന്ത് ചെയ്യും? എല്ലാ ദിവസവും നോമ്പനുഷ്ഠിക്കും. വർഷത്തിൽ എല്ലാ ദിവസവും ഞാൻ എന്ത് ചെയ്യും? നോമ്പനുഷ്ഠിക്കും. നോമ്പില്ലാത്ത ദിവസം എനിക്ക് ഉണ്ടാവില്ല. വഖാലൽ ആഖർ, മൂന്നാമത്തെ ആള് പറഞ്ഞത് എന്താ വെച്ചാൽ അന അഅ്തസിലു നിസാ ഫലാ അതസവ്വജു അബദ. ഞാൻ കല്യാണം കഴിക്കൂല, കുടുംബമായിട്ട് ഞാൻ ജീവിക്കുന്നില്ല. കല്യാണം കഴിച്ചിട്ട് ഭാര്യയും മക്കളായിട്ടൊന്നും ഞാൻ ജീവിക്കുന്നില്ല. കാരണം ഒരുപക്ഷെ അതെന്ത് ചെയ്യും? ഭാര്യയും മക്കളൊക്കെ നോക്കുമ്പോൾ തന്നെ ഇബാദത്തിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്? കല്യാണം തന്നെ ഒഴിവാക്കണം. 3 ആളുകളും ചെയ്തത് എന്താണ്? നന്മ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് വന്നത്. അവർ തീരുമാനിച്ചത് നന്മയാണ്. അങ്ങനെ അവർ പോയി. ഫജാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനുശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വന്നത്. എന്നിട്ട് ഭാര്യ എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സംഭവം പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ 3 ആളുകൾ വന്നിരുന്നു. ഈ 3 ആളുകൾ എന്ത് ചെയ്തു? ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്? ഇവിടുന്ന് പോയതെന്ന് പറഞ്ഞു. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിപ്പിച്ചു. ആ 3 ആളുകളെയും വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇന്നി ലഅഖ്ശാകും ലില്ലാഹ് വഅത്ഖാകും ലഹു. നിങ്ങളെക്കാളും അല്ലാഹുവിനെ ഭയപ്പെടുന്നത് ഞാനാണ്, നിങ്ങളെക്കാളും അല്ലാഹുവിനെ സൂക്ഷിക്കുന്നത് ഞാനാണ്. ലാകിന്നി അസൂമു അഫ്തിർ വഅഫ്തിർ. ഞാൻ എന്ത് ചെയ്യുന്നു? നോമ്പ് നോക്കാറുണ്ട്, ഞാൻ നോമ്പ് നോക്കാത്ത ദിവസമുണ്ട്. വഅർഖുദു വഅതസവ്വജു നിസാ. അതേപോലെ തന്നെയാണ് വഉസല്ലി വഅർഖുദു. ഞാൻ നിസ്കരിക്കാറുണ്ട്, ഞാൻ ഉറങ്ങാറുണ്ട്. രാത്രി ഫുൾ ടൈം നിസ്കരിക്കാറില്ല. ഞാൻ നിസ്കരിക്കും, സുദീർഘമായി നിസ്കരിക്കും. പക്ഷെ ഞാൻ ഉറങ്ങുകയും ചെയ്യും. ഞാൻ വിവാഹം ചെയ്തിട്ടുണ്ട്, എനിക്ക് ഭാര്യമാരുണ്ടായിട്ടുണ്ട്, മക്കളുണ്ടായിട്ടുണ്ട്, എല്ലാം ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്നറിയാം? ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി. ഞാൻ പഠിപ്പിച്ച ഒരു കാര്യം, എന്റെ സുന്നത്തിനോട് ആരെങ്കിലും വിമുഖത കാണിച്ചാൽ അവൻ എന്നിൽപ്പെട്ടവനല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ ചെയ്യാന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു കാര്യം എന്ത് ചെയ്യരുത്? നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. അത് നല്ലതല്ലേ എന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്യരുത്? നമ്മൾ മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഈ കാര്യം ഞാൻ സൂചിപ്പിച്ചതെന്ന് വെച്ചാല്, നമ്മൾ
ഒരു തെറ്റിനെയും നിസ്സാരമായിട്ട് നമ്മൾ കാണാൻ പാടില്ല. അവർ 3 പേരും പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? തെറ്റാണ്. നല്ല കാര്യമാണ് പറഞ്ഞതെങ്കിലും തെറ്റായ മാർഗത്തിലൂടെയാണ് അവർ തീരുമാനം ഉണ്ടാക്കിയത്. അപ്പൊ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ചില തെറ്റുകൾ അത് നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. അത് തന്റെ ജീവിതത്തിൽ ഇല്ല എന്നെന്ത് ചെയ്യണം? നമ്മൾ ഓരോരുത്തരും ഉറപ്പുവരുത്തുകയും ചെയ്യണം. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാര്യത്തെ കുറിച്ച് പറഞ്ഞു, ലൈസ മിന്ന, ചില ആളുകൾ എന്തല്ല നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടതല്ല. നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടതല്ല എന്ന് പറഞ്ഞത് എന്ന് വെച്ചാൽ എന്റെ മാർഗത്തിൽപ്പെട്ട ആളുകളല്ല അവർ അവരവരുടെ ഇഷ്ടത്തിന് വേണ്ടി നടക്കുന്ന ആളുകളാണ്. ആ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ ആരൊക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, മൻ ഹമല അലൈന സിലാഹ ഫലൈസ മിന്ന, നമുക്കെതിരിൽ ആയുധം പ്രയോഗിക്കുന്നവൻ, അഥവാ മുസ്ലിങ്ങൾക്കെതിരെ എന്ത് ചെയ്യാൻ പാടില്ല? ആയുധം പ്രയോഗിക്കാൻ പാടില്ല. അവൻ നമ്മളിൽപ്പെട്ടവനല്ല. ഇവ നമ്മളൊക്കെ ചിലപ്പോൾ എന്താ ചോദിച്ചാല് ദേഷ്യം പിടിക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും? മൂർച്ചയുള്ള സാധനങ്ങളൊക്കെ ആൾക്കാരുടെ മുമ്പിലേക്ക് ഇങ്ങനെ പ്രദർശിപ്പിക്കും. അത് പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഒരാള് മൂർച്ചയുള്ള ആയുധം കൊണ്ടുപോകാണെങ്കിൽ പോലും അയാൾ എന്ത് ചെയ്യണം? മൂർച്ചയുള്ള ഭാഗം എന്ത് ചെയ്യണം? മറച്ചു വെച്ച് കൊണ്ടുപോകണം. മറച്ചു കൊടുത്തുകൊണ്ടുപോകണം. കാരണം എന്താണ്? ചിലപ്പോൾ ആളുകളുടെ മേത്ത് എന്ത് ചെയ്യും? ശരീരത്തിൽ തട്ടാൻ സാധ്യതയുണ്ട്. ചില ആളുകളൊക്കെ വലിയ നഖങ്ങളൊക്കെ ആക്കിയിട്ട് പോകുന്ന വലിയ നഖങ്ങൾ അതെന്ത് ചെയ്യും? ചില ആളുകളുടെ ശരീരത്തൊക്കെ തട്ടിയിട്ട് എന്ത് ചെയ്യും? മുറിവുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മളിൽ പെട്ടവരല്ല നമുക്കെതിൽ ആയുധം ഏന്തിയവൻ. വമൻ ഖശന ഫലൈസ മിന്ന. അതേ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മെ വഞ്ചിക്കുന്നവനും നമ്മളിൽ പെട്ടവനല്ല. വഞ്ചന വലിയൊരു തെറ്റായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നത് പഠിപ്പിച്ചിട്ടുള്ളത്. പലതരത്തിലുള്ള വഞ്ചനയുണ്ട്. ഇപ്പൊ നമ്മുടെ ഈ കച്ചവട രംഗത്തൊക്കെ പല ആളുകളും വഞ്ചന ചെയ്യുന്നുണ്ട്. കച്ചവട രംഗത്ത് ആ കൂട്ടത്തിൽ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മർറ അലാ സുബ്റത്തി ത്വആമിൻ, ഒരിക്കലും ധാന്യങ്ങൾ കൂമ്പാരമാക്കി വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് കൂടെ പോയി, അഥവാ അങ്ങാടിയിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅദ്ഖല യദഹു ഫീഹാ, ആ സമയത്ത് നമ്മൾക്ക് ഈ അങ്ങാടിയിലേക്ക് പോകുമ്പോൾ നെയ്യും ചാക്ക് നിറയെ സാധനം ഉണ്ടാകുമ്പോൾ ഒന്ന് കൈയിട്ട് പോകും. വെറുതെ നമ്മൾ നെയ്യും കൈയിട്ട് പോകും അല്ലേ? ആ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു, ആ ഒരു ചാക്കിലേക്ക് അങ്ങോട്ട് കൈയിട്ടു. ഫനാലത്തു അസാബിഅഹു ബലലൻ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ഒരു നനവ് വെച്ചു. അപ്പൊ ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഹാദ യാ സാഹിബ തആം, ആ കച്ചവടക്കാരനോട് ചോദിച്ചു, അല്ല ഇതെന്താണ്? അരിയൊക്കെ നനഞ്ഞിട്ടുണ്ടല്ലോ, ഗോതമ്പൊക്കെ നനഞ്ഞിട്ടുണ്ടല്ലോ, ചരക്കുകൾ നനഞ്ഞിട്ടുണ്ടല്ലോ, ഇതെന്താണ്? അപ്പൊ മുകളിൽ കാണുമ്പോൾ ഒന്നല്ല ഒരു പ്രശ്നമില്ല, മുകളിൽ കാണുമ്പോൾ ഒരു കുഴപ്പമില്ല, അടിയിൽ എന്താണ്? മുഴുവനും നനഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, കാല അസാബത യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നലെ മഴ പെയ്തപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? എന്റെ ഈ ചരക്കുകളൊക്കെ നനഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ ഞാനെന്ത് ചെയ്താണ്? ജനങ്ങൾ ഇത് കണ്ടാൽ എന്തെങ്കിലും വാങ്ങിക്കൂല, അതുകൊണ്ട് ഈ നനഞ്ഞ ഭാഗം എന്ത് ചെയ്തു? ഞാൻ താഴത്തേക്ക് മാറ്റി വെച്ചു. നനയാത്ത ഭാഗങ്ങൾ എന്ത് ചെയ്യും? മുകളിലേക്ക് കൂനമാക്കി വെക്കുകയും ചെയ്തു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താണെന്നറിയോ? അഫലാ ജഅൽതഹു ഫൗഖ തആമി കൈ യറാഹു الناസ് മൻ ഖശ ഫലൈസ മിന്നി, അല്ല നിനക്കത് ജനങ്ങൾ കാണുന്ന രൂപത്തിൽ വെച്ചൂടെ? കാണുന്ന രൂപത്തിൽ വെക്കൂല. ഇപ്പൊ നമ്മളില്ലേ ഈ ഫ്രൂട്ട്സ് ഒക്കെ വെക്കുന്ന ആൾക്കാർ എന്താ വെച്ചാല് ഈ കേടുള്ള ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യും? അങ്ങോട്ട് തിരിച്ചു വെക്കും. എന്നിട്ട് നല്ല ഭാഗങ്ങൾ എന്ത് ചെയ്യും? മുമ്പിലേക്ക് വെക്കും. എന്നിട്ട് ആളുകൾ കാണുമ്പോൾ എന്താണ്? ഈ ഫ്രൂട്ട്സുകളൊക്കെ എന്താണ്? നല്ല സാധനങ്ങളാണ്. പക്ഷെ തൂക്കി നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ആ കേടുള്ള ഭാഗത്ത് എന്ത് ചെയ്യും? സൈഡിൽ നിന്ന് എന്ത് ചെയ്യും? എടുത്തു കൊടുക്കും. അല്ലേ? അങ്ങനെ ഉണ്ടായില്ല. അപ്പൊ നമ്മള് ഈ ഇറച്ചിക്കടയിലൊക്കെ പോയി കഴിഞ്ഞാലേ ആദ്യമൊക്കെ, ഇപ്പൊക്കെ വളരെ കുറവാണെങ്കിലും എന്നാലും ശ്രദ്ധിക്കാത്തതുണ്ട്, ഇറച്ചി തുലാസിലേക്ക് ഇടാറില്ല. എന്താ വെച്ചാല് വളരെ ശക്തിയിൽ അങ്ങോട്ട് എറിയല. 1 കിലോ വാങ്ങുന്നത് ചിലപ്പോൾ എന്താ വെച്ചാൽ 800 ഗ്രാം 900 ഗ്രാമേ ഉണ്ടാവും. വളരെ സ്പീഡിൽ അത് ഇട്ട് എന്ത് ചെയ്യും? കവറിലാക്കിയിട്ട് നമ്മളെ കയ്യിലേക്ക് തരും. അത് ശരിക്കും തൂക്കിയാൽ 1 കിലോന് ഉണ്ടാവില്ല. ഇത് വലിയൊരു വഞ്ചനയാണ്, വലിയ വഞ്ചനയാണ്. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ വഞ്ചിക്കുന്ന ആളുകൾ എന്തല്ല നമ്മളിൽപ്പെട്ടവനല്ല. ഇപ്പൊ ടെക്സ്റ്റൈൽസ് പോയാൽ പറയുന്നതാണ്,
ഒന്നും ചെലവാകാത്ത പിന്നെ ആ തുണികൾ എടുത്തിട്ട് പറയുന്നതാണ് ഇതാണ് ഏറ്റവും കൂടുതൽ ചെലവ്, ആളുകൾ മുഴുവൻ കൊണ്ടുപോകുന്നു. ആളുകൾ മുഴുവൻ കൊണ്ടുപോകണമെങ്കിൽ അത് ഉണ്ടാവും, അത് അവിടെ ഉണ്ടാവില്ലല്ലോ, പണ്ടേ തീർന്നിട്ടുണ്ടാവും. എന്നിട്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ കസ്റ്റമർ എന്താ ചെയ്യാ പറ്റിക്കുക, അതിന്റെ ന്യൂനതകൾ പറയാതിരിക്കുക. ഇപ്പൊ കളറ് പോകുന്ന ഡ്രസ്സാണെങ്കിൽ അവർക്ക് അറിയാം ഇതെന്താണ് കളറ് പോകുന്നു, പക്ഷെ പറയില്ല ഏയ് കളറൊന്നും പോകില്ല, എല്ലാവരും കൊണ്ടുപോകുന്നുണ്ട്. എല്ലാരും കൊണ്ടുപോയി എങ്ങനെയാണ് ഇതുപോലെ പറഞ്ഞു കൊടുക്കാത്ത പലരും പറ്റിക്കപ്പെടുക. പിന്നെന്ത് ചെയ്യാണ് സഹോദരന്മാർ, നമ്മൾ ചിന്തിക്കേണ്ട ഒരു വശമാണിത്. വഞ്ചന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഇപ്പൊ ഒരു വാഹനം വിൽക്കുന്ന ഒരാളാണെങ്കിൽ, ഒരു വാഹനം വിൽക്കുന്ന ആളാണെങ്കിൽ, ഇപ്പൊ എന്റെ ഒരു വാഹനം ഞാൻ വിൽക്കുകയാണെങ്കിൽ അതിന് കേടുപാടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, എനിക്കറിയാം. എന്നിട്ട് ഞാനത് മറച്ചു വിറ്റാൽ, അത് മറച്ചു വെച്ചിട്ട് വിറ്റ് കഴിഞ്ഞാൽ എന്താണ്, ആ കച്ചവടത്തിന് ബർക്കത്ത് ഉണ്ടാവില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഒരു കച്ചവടം നമ്മൾ മനസ്സിലാക്കൽ എന്താ വെച്ചാൽ അത് നമ്മൾ പിന്നെ അതങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അയാളത് വാങ്ങൂല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കൂല. സഹോദരന്മാർ ചെയ്യാൻ പാടില്ല. അത് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണം. എന്താണ്, ഈ വാഹനത്തിന് തന്നെ ബ്രേക്കിന് ഇങ്ങനെ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഇന്ന കാര്യത്തിന് ഇന്നൊക്കെ പ്രശ്നമുണ്ട്, നിങ്ങൾ ഓടിച്ചു നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് എടുത്താൽ മതി എന്ന് പറയാൻ നമുക്ക് എന്തെങ്കിലും സാധിക്കണം. വണ്ടി കച്ചവടത്തിലേക്ക് എത്ര ആൾക്കാർ പറ്റിക്കപ്പെടുന്ന അറിയോ? അപ്പൊ ഈ ഹദീസ് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരാം. കച്ചവട രംഗത്ത് ഏത് കാര്യത്തിലും നമ്മൾ എന്ത് ചെയ്യരുത്, ഒരാളെയും വഞ്ചിക്കുന്ന ഒരു സ്വഭാവം സംസ്കാരം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ഈ ഹദീസ് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ ഖശ്ശാ ഫലൈസ മിന്നീ, ആരെങ്കിലും വഞ്ചിച്ചാൽ അവൻ നമ്മളിൽപ്പെട്ടവനല്ല. നമ്മളെന്താണ് നിസ്സാരമായിട്ട് കാണണം, ആ തിന്മകൾ എന്താ നിസ്സാരമായിട്ട് കാണുന്നു. പക്ഷെ അള്ളാഹിന്റെ അടുത്ത് എന്താണ്, വലിയ ഒരു തിന്മയായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അല്ലേ, വഞ്ചിക്കുന്ന ആളുകൾ നാളെ പരലോകത്ത് എങ്ങനെയാണ് വരിക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. അവരെന്താ വെച്ചാല് അവരെ പിന്നിൽ എന്തുണ്ടാവും, ഒരു കൊടി ഉണ്ടാവും, ഒരു പ്രത്യേകതരം ഒരു കൊടി. കോടിക്കണക്കിനല്ല ബില്യൺ കണക്കിന് മനുഷ്യന്മാര് പരലോകത്ത് ഇങ്ങനെ ഹാജരാകുന്ന സമയത്ത് ഈ ദുനിയാവിൽ മറ്റുള്ളവരെ വഞ്ചിച്ച ആളുകൾ എന്ത് ചെയ്യാണ്, ഈ പതാകയും ഏന്തി കൊണ്ടുവരുന്നു. അവരെവിടെയായിരിക്കും അവരുടെ വാസസ്ഥലം? അവർ മനുഷ്യരെന്തെങ്കിലും വഞ്ചിച്ച ആളുകളാണ്. അതുകൊണ്ട് അവർക്ക് എന്തുണ്ടാവും, അതിന്റെ ശിക്ഷയുണ്ടായി തീരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിഷയമാണ്. അതേപോലെ തന്നെയാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ അലൽ മുൻതഹബിൻ ഖത്ഉൻ വമൻ ഇൻതഹബ ലുഹ്ബതൻ മശ്ഹൂറതൻ ഫലൈസ മിന്നാ. കൊള്ളയടിക്കുന്നവനെന്തല്ല, നമ്മളിൽപ്പെട്ടവനല്ല. കൊള്ളയടിക്കുക അത് ഏതാണെങ്കിലും ശരി, എത്ര ചെറുതാണെങ്കിലും ശരി, എത്ര വലുതാണെങ്കിലും ശരി. ഇപ്പോ ഇന്നലെ ഒരു അനുഭവം ഉണ്ടായി. ഇന്നലെ പിന്നെ ഒരു ടീച്ചർ എനിക്കൊരു മെസ്സേജ് അയച്ചു. അവര് രാവിലെ വീട്ടിൽ നിന്ന് എന്ത് ചെയ്യാണ്, ഇറങ്ങിയതാണ്. ഇറങ്ങിയപ്പോ ഓട്ടോറിക്ഷയിൽ കയറിയപ്പോ പിന്നെ ബാക്കി കൊടുക്കാൻ അവരുണ്ട്, വേറൊരാളും ഉണ്ട്. അപ്പൊ ബാക്കി കൊടുക്കാൻ ഡ്രൈവർ എടുത്തിട്ടില്ല, വേറെ പൈസ ഇല്ല, 20 റുപ്യ ഉള്ളത്. അപ്പൊ ഡ്രൈവർ പറഞ്ഞു എന്താണ്, ഇവരോട് പറഞ്ഞു, ഈ 20 റുപ്യ എടുത്തിട്ട് 10 റുപ്യ കൊടുത്ത് 10 റുപ്യ നിങ്ങൾ എടുത്തു. അതിന് ചില്ലറാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, പോയി. ആ പോകുന്ന വഴിയിൽ എന്താ വെച്ചാൽ അവർക്ക് ക്ലാസ്സിൽ എത്തേണ്ടത് കൊണ്ട് പെട്ടെന്ന് ഒരു തിരക്കിനിടയിൽ ഒരു ബസ് കണ്ടപ്പോൾ അതിൽ കയറിപ്പോയി. ഓർമ്മയില്ലേ ഇയാൾക്ക് ചില്ലറ കൊടുക്കണം എന്നുള്ളത്. അങ്ങനെ ബസ്സിലെത്തിയപ്പോഴാണ് ഇവര് മനസ്സിലാക്കിയതാണ്, പടച്ചോൻ ഈ 10 റുപ്യ എന്റെ അല്ലല്ലോ, 10 റുപ്യ മാത്രമേ അവരുന്നുള്ളൂ, ബാക്കി 10 റുപ്യ എന്താണ് വേറൊരാളതാണ്. ഇയാൾ എനിക്ക് അറിയുകയും ചെയ്യില്ല, ഇയാൾക്ക് അറിയുകയും ചെയ്യില്ല. ഇനി കണ്ടുപിടിക്കാൻ യാതൊരു മാർഗവുമില്ല. ഇനി എന്ത് ചെയ്യണം, എനിക്ക് വല്ലാത്ത പ്രയാസാകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്, എന്നെ വിളിച്ചത്. നമ്മൾ ചിന്തിച്ചു നോക്കട്ടെ, അത്രമാത്രം സൂക്ഷ്മത പാലിക്കുന്ന ആളുകളുണ്ട് സഹോദരന്മാരെ. അപ്പൊ നമ്മളൊക്കെ പലപ്പോഴും ആളുകളെ കൊള്ളയടിക്കാൻ വേണ്ടി 1 റുപ്യ അധികം കിട്ടും, ലാഭം കിട്ടുന്നുണ്ടാകും 1 റുപ്യാണ്. ആ 1 റുപ്യന്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്യണം, നരകം വാങ്ങിക്കുകയാണെങ്കിൽ അതെന്താണ് വലിയൊരു ഗൗരവമുള്ള വിഷയമാണ്. അപ്പൊ ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സഹോദരന്മാരെ, ഒരു തിന്മയെയും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നിസ്സാരമായിട്ട് നമ്മൾ ഒരിക്കലും കാണാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മല്ലൻ യഖുദ് ശാരിബഹു ഫലൈസ മിന്നാ. മീശ വെട്ടാത്തവൻ നമ്മളിൽപ്പെട്ടവനല്ല.
മീശ വെട്ടാത്തവർ. ഈ രണ്ട് കാര്യങ്ങൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കണം വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താടി നിങ്ങൾ വളർത്തുക, നിങ്ങൾ എന്ത് ചെയ്യുക, മീശ വെട്ടുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതെന്താണ്, ഇത് താടി വടിക്കുകയും മീശ വളർത്തുകയും ചെയ്യുന്നത് ജൂതന്മാരുടെ സ്വഭാവമാണ്. അതുകൊണ്ട് ജൂതന്മാരുടെ സംസ്കാരം നമുക്ക് ഉണ്ടാവരുത്. ആരോടാ പറയുന്നറിയോ? മുസ്ലിങ്ങളോടാ പറയുന്നത്. മുസ്ലിങ്ങളോടാണ് പറയുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? ഫലൈസ മിന്ന, അവർ നമ്മളിൽ പെട്ടവരല്ല, നമ്മുടെ മാർഗത്തിൽപ്പെട്ടവരല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിസാരമായി തള്ളേണ്ട കാര്യങ്ങളല്ല, നിസാരമായി കാണേണ്ട കാര്യങ്ങളല്ല. ഇതിൽ പല വിശ്വാസികൾ എന്ന് വെച്ചാൽ ഇത് ശ്രദ്ധിക്കാറില്ല. അത് കുഴപ്പമില്ല എന്ന് വിചാരിക്കാൻ, അത് കുഴപ്പമില്ല എന്ന് വിചാരിക്കേണ്ട കാര്യമല്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാണ്, വളരെ ഗൗരവത്തിൽ അത് എന്ത് ചെയ്യുന്നത്, പഠിപ്പിച്ചു തന്ന വിഷയമാണ് എന്നുകൂടി നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അതേപോലെ തന്നെയാണ് സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പഠിപ്പിച്ച മറ്റൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലൈസ മിന്ന മൻ തതയ്യറ വലാ തുതയ്യറ ലഹു. ശകുനം നോക്കുന്ന ആളുകൾ എന്തല്ല, നമ്മളിൽപ്പെട്ടവനല്ല. അതിപ്പോ എത്രയോ ആളുകളുണ്ട്. മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ കുറെ ആൾക്കാരുണ്ട്. ഒരു വീടുണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യണം, ഏതാ ദിവസം നോക്കണം. ഒരു കല്യാണം നിശ്ചയിക്കുന്ന സമയത്ത് പോലും എന്ത് ചെയ്യണം, ഏത് ദിവസം കല്യാണം വെക്കാം, കുഴപ്പമൊന്നുമില്ല. ആഴ്ചയിൽ 7 ദിവസം കല്യാണം വെക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചില ദിവസങ്ങൾ എന്തില്ല, കല്യാണം വെക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന എത്രയോ ആളുകളുണ്ട്, എത്രയോ ആളുകളുണ്ട്. എന്നാലും ശകുനം നോക്കുക, ശകുനം നോക്കുക, അത് മുസ്ലിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അപ്പൊ വീട്ടിന് കുറ്റിയടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, അല്ലെ തറക്കൽ വരുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഒരു ദിവസം നിശ്ചയിക്കുക. വീട്ടിലേക്ക് കൂടുന്നത് എന്ത് ചെയ്യണം, ഒരു പ്രത്യേകമായ ദിവസം. ആ ദിവസം അല്ലെങ്കിൽ ഇപ്പൊ ചൊവ്വാഴ്ച ദിവസമാണെങ്കിൽ എന്താ വെച്ചാൽ ചില ആളുകൾ പറയുന്നത് വെച്ചാൽ അത് മോശമാണ്, അത് വീട്ടിൽ കൂടി ഇത് ശരിയായിട്ടാണ്. ചൊവ്വാഴ്ച പല ആളുകളും ഇല്ല, കച്ചവടം ചെയ്യില്ല. ഏത് കച്ചവടം, ഷോപ്പ് ഉദ്ഘാടനം ചെയ്യില്ല. കാരണം എന്താണ്, അതൊരു മോശമായിട്ടുള്ള ദിവസമായിട്ടാണ് പലരും കാണുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ ഒരു ദിവസത്തിനായിട്ട് ഒരു ദോഷവുമില്ല, ഒരു ദിവസത്തിനായിട്ട് പ്രത്യേകമായിട്ടും ദോഷങ്ങളില്ല. അതേപോലെ തന്നെയാണ് പിന്നെ ചില അക്കത്തിന് എന്തുണ്ട്, ചില അക്കങ്ങൾ 13-ാം നമ്പർ അക്കം അതെന്താണ്, ശകുനമായി കാണുന്നവരുണ്ട്. സഹോദരന്മാരത് പാടില്ല. ആ വിശ്വാസം തന്നെ തിന്മയാണ്, തെറ്റാണ്. പിന്നെ പറയലെന്താ വെച്ചാലല്ലേ, ഇപ്പൊ വാഹനത്തിന്റെ നമ്പർ തന്നെ, വാഹനത്തിന്റെ നമ്പർ നമ്മൾ കൂട്ടിയാൽ 13 കിട്ടുകയാണെങ്കിൽ നമുക്കൊരു പേടിയാണ്. എന്താണ്, അതിനെന്തെങ്കിലും പറ്റുമോ? അങ്ങനെയൊക്കെയുള്ള വിശ്വാസികളുണ്ട്. അപ്പൊ പറയലെന്താ പറയാ, എനിക്ക് വിശ്വാസമൊന്നും ഇല്ല, എന്നാൽ എനിക്ക് വേണ്ട. അതെന്നെന്താണ്, യഥാർത്ഥ വിശ്വാസമാണ്. അതന്നെ ഇപ്പൊ ലോഡ്ജുകളിലൊക്കെ എന്താണ്, ചിലയിടത്തൊന്നും 13-ാം നമ്പർ ഉണ്ടാവൂല. കാരണം എന്താണ്, ആ റൂമിൽ താമസിച്ചാൽ എന്താണ്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. ഇനി വിശ്വാസം ഇല്ലാതെ തന്നെ ആ റൂമിൽ താമസിച്ച് ഒരിക്കൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മറ്റൊരു പറയുന്നതെന്നറിയാം, ഞാൻ നിന്നോട് ആദ്യം പറഞ്ഞിട്ടില്ലേ ഈ 13-ാം നമ്പർ റൂമിൽ നിൽക്കണ്ട എന്നുള്ളത്, 13-ാമത്തെ ഡേറ്റിൽ വീട്ടിൽ കൂടണ്ട എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞല്ലേ. അതുകൊണ്ടല്ലേ എന്റെ കുട്ടിക്ക് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അപ്പൊ നമുക്ക് ഇങ്ങനെ തോന്നുകയാണ്, എന്താണ്, അത് ശരിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇങ്ങനെ വിശ്വാസം വരികയാണ്. അപ്പൊ അള്ളാഹുലേക്കുള്ള തവക്കുൽ നമുക്ക് നഷ്ടപ്പെടുന്നു. അത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തൊരു കാര്യമാണ് സുഹൃത്തുക്കളെ. അത് നിസ്സാരമായിട്ട് കാണേണ്ടതല്ല. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു അല്ലാത്തവരുടെ പേര് സത്യം ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട്. അല്ലാത്തവരുടെ പേര്, ഇപ്പോ ബദരീകളാണ് സത്യം എന്ന് പറയുന്നവരുണ്ട്, ശുഹദാക്കളാണ് സത്യം എന്ന് പറയുന്നവരുണ്ട്. ഇനി അതൊന്നും പറയാത്ത ആളുകൾ തന്നെ ഉമ്മയാണ് സത്യം, ഉപ്പയാണ് സത്യം എന്ന് പറയുന്ന ആൾക്കാരാണ്. കുട്ടികൾ അടക്കം ചെയ്യാറുണ്ട്, പലപ്പോഴും പറയാണ്ട് എന്റെ ഉമ്മയാണ് സത്യം, ഞാൻ എടുത്തിട്ടില്ല എന്ന് പറയും. അത് പാടില്ല, അത് തെറ്റാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഇന്നല്ലാഹ യൻഹാകു അൻ തഹ്ലിഫു ബിആബായികും മൻ കാന ഹാലിഫൻ ഫൽയഹ്ലിഫ് ബില്ലാഹ് ഔ ലിയസ്മുത്. നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങളുടെ പിതാക്കളെ വിളിച്ചുകൊണ്ട് സത്യം ചെയ്യുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചതാണ്. അത് ഉമ്മയാണെങ്കിലും ശരി, ഉപ്പയാണെങ്കിലും ശരി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ സത്യം ചെയ്യുകയാണെങ്കിൽ അള്ളാന്റെ പേര് സത്യം ചെയ്യാം, അല്ലെങ്കിൽ മുണ്ടായിരിക്കാം, അല്ലെങ്കിൽ മുണ്ടാതിരിക്കാം. ഇപ്പൊ എന്താ വെച്ചാൽ ചില ആളുകൾക്ക് വെച്ചാൽ വല്ലാഹി എന്ന് പറയുന്നതിൽ യാതൊരു കുഴപ്പമില്ല. ഇനെന്താ വെച്ചാൽ ഇനി വല്ലാഹി എന്നല്ല, ഇന്ന ജാറത്തേക്ക് പോയിട്ട് അവിടെ പോയി സത്യം ചെയ്തെന്നാലോ അവർക്ക് വലിയൊരു പേടിയാണ്.
വലിയ പേടിയാണ്. കാരണം എന്താണ്? അവിടെ വെച്ച് സത്യം ചെയ്ത എന്തെങ്കിലും കുരുത്തക്കേട് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് വിശ്വസിക്കുന്ന എത്രയോ ആളുകളുണ്ട്. സഹോദരന്മാരെ, നമ്മൾ ശ്രദ്ധിക്കണം. ഗൗരവമുള്ള തിന്മയാണ്, തെറ്റാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയൊരു തെറ്റായിട്ടാണ് എന്ത് ചെയ്തത്? പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് നമ്മൾ അശ്രദ്ധയാകുന്ന മറ്റു ചില കാര്യങ്ങൾ. ആ കൂട്ടത്തിലാണ് നമ്മുടെ നിസ്കാരത്തിലുള്ള ചില തെറ്റുകൾ. അതിന് നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഞാൻ നമസ്കരിക്കുന്നത് എങ്ങനെയാണോ കണ്ടത് അപ്രകാരം നിങ്ങൾ എന്ത് ചെയ്യണം? നിസ്കരിക്കണം. നമുക്ക് തോന്നിയതുപോലെ നിസ്കരിക്കാൻ പറ്റൂല. സുജൂദ് എങ്ങനെ ചെയ്യണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. റുക്കൂ എങ്ങനെ ചെയ്യണമെന്ന് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെങ്കിലും നിസ്കരിക്കുക, എങ്ങനെങ്കിലും സുജൂദ് ചെയ്യുക എന്നുള്ളതെന്തല്ല, ആ നിസ്കാരം ശരിയായി തീരൂല. നിസ്കാരമാവും, പക്ഷെ നിസ്കാരം ശരിയാവില്ല. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് പള്ളി കയറി നിസ്കരിച്ചു. എന്നിട്ട് അയാളോട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ നിസ്കരിച്ചിട്ടില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്തേ നിസ്കരിക്കാത്തല്ലേ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ സുജൂദ് ശരിയായില്ല, നിന്റെ റുക്കൂ ശരിയായില്ല, നീ മാറ്റി നിസ്കരിക്കണം. അയാൾ വീണ്ടും വുളൂഅെടുത്ത് വന്നു. മറ്റൊരു സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വുളൂഅെടുത്ത് വന്നിട്ടുള്ള ഒരാളോട് പറഞ്ഞു, നിന്റെ വുളൂ ശരിയായിട്ടില്ല. കാരണം വെച്ചാൽ വുളൂവിന്റെ ചെറിയൊരു ഭാഗം, ഒരു അവയവത്തിന്റെ ചെറിയൊരു ഭാഗം നനഞ്ഞിട്ടില്ല. നമ്മളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ അങ്ങനെ? നോക്കണം. ചെറിയൊരു ഭാഗം നനയാതിരുന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൈലുൽ ലിൽ അഖാബി മിനൻ നാർ, മടമ്പും കാലുകൾക്ക് നാശം. അതെന്ന് വെച്ചാല് കാലിന്റെ ഭാഗത്ത് നനഞ്ഞിട്ടില്ല, കാലിന്റെ ഭാഗം. ഇനി നമ്മൾ ഉതുകൊടുക്കുന്ന സമയത്ത് തന്നെ എങ്ങനെ ഉതുകൊടുക്കുക? നമ്മുടെ മുഖം, കൈ, ഇതൊക്കെ 3 പ്രാവശ്യം കഴുകുക. കാലിനൊരു എണ്ണ ഉണ്ടാവില്ല. കാല് കഴുകുന്നതിന് പൈപ്പ് അങ്ങോട്ട് തിരിക്കുക. എപ്പോഴാണ് ഓഫാകുന്നത് അന്നേരം തീരും. അതല്ലല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നമ്മൾ നിസ്സാരരീതി കാണുന്നു, അത് പാടില്ല. അതെന്ത് ചെയ്യണം? 3 പ്രാവശ്യമാണ് കഴുകേണ്ടത്. ആ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വിഷയം എന്ന് വെച്ചാൽ, ഒരാൾ വന്നിട്ട് നിസ്കരിക്കാൻ വേണ്ടി വന്ന് നിസ്കരിച്ച് കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിസ്കാരം ശരിയായിട്ടില്ല, മാറ്റി നിസ്കരിക്കണം. അയാൾ മാറ്റി നിസ്കരിച്ചു. എന്നിട്ട് തിരിച്ച് പുറത്തേക്ക് പോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിസ്കരിച്ചിട്ടില്ല. അങ്ങനെ 3 പ്രാവശ്യം ആവർത്തിച്ചു. അപ്പൊ നമ്മളോട് അങ്ങനെ പറഞ്ഞില്ലെങ്കിലേ 2ാമത്തെ പ്രാവശ്യം അടുത്ത വാതിൽ കൂടെ പോകും, അടുത്ത വാതിലെ കൂടെ പോകും. അയാൾ അവിടെ ഇരിക്കുന്നുണ്ട്, എന്തായാലും എന്നെ മാറ്റി നിസ്കരിക്കും. അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, നബിയെ, ഇങ്ങനെയല്ലാതെ വേറെ നിസ്കാരം എനിക്ക് അറിയില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുത്തിയിട്ട് നിസ്കാരം പഠിപ്പിച്ചു കൊടുക്കുക. നമുക്ക് പഠിക്കണം അങ്ങനെ. അതിന് ചോദിക്കാനൊരു മടിയൊന്നും കാണിക്കരുത്. അത് ഇപ്പൊ ഇത്രയും വലുതായിട്ട് എനിക്ക് നിസ്കരിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ മോശമല്ല. സംഭവം മോശമാണെങ്കിലും പക്ഷേ അത് മോശമായിട്ട് കാണാൻ പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താണെന്നറിയോ? നിസ്കാരത്തിലെ കളവാണ് ഏറ്റവും വലിയ കളവ്. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയെല്ലാം കളവും. നിസ്കാരത്തിൽ കളവ് നടത്തുക. അതെങ്ങനെയാണ് നിസ്കാരത്തിൽ കളവ് നടത്തൽ? സുജൂദും റുക്കൂഉം ശരിക്ക് ചെയ്യാതിരിക്കുക. അത് നിസ്കാരത്തിലെ കളവാണ്. സുജൂദിൽ ഇപ്പൊ 7 അവയവങ്ങൾ നിലത്ത് മുട്ടണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. 7 അവയവങ്ങൾ. നമ്മൾ ചിലപ്പോൾ എന്താ വെച്ചാൽ നെറ്റി മുട്ടും, മൂക്ക് മുട്ടൂല. മൂക്ക് മാത്രം ഏതായാലും മുട്ടൂല, പിന്നെ വക്ക മൂക്ക് ഉണ്ടാവൂല. എന്താണ്? നെറ്റി മുട്ടണം, മൂക്ക് മുട്ടണം. ഈ കയ്യിലെ ഭാഗം നിലത്ത് വെക്കണം, കാലിന്റെ മുട്ട് വെക്കണം, കാലിന്റെ വിരലുകൾ എന്ത് ചെയ്യണം? കുത്തി വെക്കണം. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിഷയമാണ്. പക്ഷെ നമ്മൾ എത്ര ആൾക്കാർ ശ്രദ്ധിക്കാറുണ്ട്? എങ്ങനെ നിസ്കരിക്കാറുണ്ട്? അങ്ങനെ സൂക്ഷ്മതയോടുകൂടി നിസ്കരിച്ചാൽ മാത്രമേ നമ്മുടെ നിസ്കാരം ശരിയാവും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ലാ തുജ്സിഉ സ്വലാത്തു റജുൽ ഹത്താ യുഖീമ ലഹറഹു ഫീ റുകൂഇ വസ്സുജൂദ്. റുകൂഇലും സുജൂദിലും ക്ലിയർ ആയിട്ട് അവന്റെ മുതുകുകൾ കൃത്യമായി വെക്കാത്തവന്റെ നിസ്കാരം പൂർണ്ണാവൂല. സുജൂദിൽ എന്ത് ചെയ്യണം? അവന്റെ അവയവങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? വെക്കാൻ കഴിയണം. റുകൂഅ് കൃത്യമായി ചെയ്യണം. എങ്ങനെയെങ്കിലും റുകൂകൾ ചെയ്താൽ പോരാ സഹോദരന്മാരെ. അവ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അത് തെറ്റായി മാറുമെന്ന് മാത്രമല്ല, അത് നമ്മുടെ നമസ്കാരം ഇല്ല, സ്വീകാര്യമായി തീരില്ല. അശ്രദ്ധയിലാകുന്ന തെറ്റുകളാണ്. അതേപോലെ തന്നെയാണ് നമസ്കാരത്തിൽ വേണ്ടാത്തരങ്ങളും അധികരിച്ച ചലനങ്ങളും ചെയ്യുക. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അള്ളാഹു പറഞ്ഞെന്താണ്? വഖൂമു ലില്ലാഹി ഖാനിതീൻ. നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി എന്ത് ചെയ്യണം? ഭക്തിയോടുകൂടി നിൽക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. നിസ്കാരം എന്ന് പറഞ്ഞാൽ അള്ളാഹിട്ടുള്ള ഇന്റർവ്യൂ ആണ് ശരിക്കും. ഇപ്പൊ നമ്മളിപ്പോ അസംസ്കരിച്ചല്ലോ,
ഈ അസംസ്കാരത്തിൽ നമ്മൾ എന്തൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും, എന്തൊക്കെ ആലോചിച്ചിട്ടുണ്ടാവും? എല്ലാ ദിവസവും നമുക്ക് രാത്രി തറാവി നിസ്കരിക്കുന്നു. തറാവി നിസ്കാരത്തിൽ സുദീർഘമായത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? എന്തൊക്കെയോ ആലോചിക്കുകയാണ് അല്ലേ? എന്തൊക്കെയോ ആലോചിക്കണം. ചിലപ്പോൾ നോമ്പ് മുറിക്കേണ്ട സാധനങ്ങൾ വരെ എന്ത് ചെയ്യുന്നുണ്ടാവും? പ്രിപ്പയർ ആയിട്ടുണ്ടാവും. എന്താണ് നാളെ എന്തൊക്കെ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഡ്രസ്സ് എടുക്കാനുണ്ടെങ്കിൽ ഏത് ഡ്രസ്സ് എടുക്കണം, എവിടെ പോകണം എന്നൊക്കെ നിസ്കാരത്തിലെ ചിന്തിക്കുക. സഹോദരന്മാർ, ആ നിസ്കാരം കൊണ്ട് എന്ത് നേട്ടങ്ങളാണ് നമുക്കുണ്ടാകുക? അള്ളാഹു പറഞ്ഞില്ലേ, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. സൂറത്ത് മുഅ്മിനിന്റെ ആദ്യത്തെ ഭാഗമാണ്. എന്താണ്? സത്യവിശ്വാസികളുടെ നല്ല സ്വഭാവത്തെയും സംസ്കാരത്തെ കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ കൂട്ടത്തിൽ പറഞ്ഞതാണ് അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അവരെന്താണ്? നിസ്കാരത്തിൽ ഖുശൂഉള്ള ആൾക്കാരാണ്. നിസ്കാരത്തിൽ മനസ്സും എല്ലാം എന്ത് ചെയ്യണം? റബ്ബിന്റെ മുമ്പിൽ പറച്ചു നടാൻ പറ്റണം. ഞാൻ എൻ്റെ റബ്ബിന്റെ മുമ്പിൽ വെക്കുന്നത് വേറെ ചിന്തിക്കരുത്. അതിനെന്ത് വേണമെന്ന് വെച്ചാൽ, അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ വുദൂ ചെയ്തിട്ട് നിസ്കാരത്തിലേക്ക് വരുമ്പോൾ ഒരു സക്കീനത്തോട് കൂടി വരണം, ശാന്തിയോടും സമാധാനത്തോടും കൂടി എന്ത് ചെയ്യണം? വരണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്തുകൊണ്ടാണെന്ന് അറിയാം? നിസ്കാരത്തിലേക്ക് വരുന്നത് അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ സമാധാനത്തോടു കൂടി വരണം. പിന്നെ ഇപ്പൊ ഈ ഫോണിലൂടെ ഇറങ്ങിയപ്പോ എന്താ വെച്ചാൽ, നമ്മൾ സൊഫിലെത്തിയാൽ എന്ത് ചെയ്യും? ഫോണിന്റെ വാട്സപ്പ് വരെ നോക്കൽ നിർത്തും. ലാസ്റ്റ് മെസ്സേജിൽ കൂടി നോക്കിയിട്ട് എന്ത് ചെയ്യും? ഒന്ന് കൈ കെട്ടും. എന്നിട്ടിങ്ങനെ ചിന്തിക്കും, എന്താണ് ലാസ്റ്റ് ഇന്നാൾ മെസ്സേജ് അയച്ചത്? അപ്പൊ നിസ്കാരത്തില പിന്നെ ചിന്ത ഉണ്ടാകുക, എന്താണ് എന്തായിരിക്കും റിപ്ലൈ കൊടുക്കേണ്ടത്? നിസ്കാരം കഴിഞ്ഞ് ഒട്ടനെ തന്നെ എന്ത് ചെയ്യുക? നമ്മൾ വാട്സപ്പ് ഇങ്ങനെ എടുത്ത് നോക്കുക, സലാം കുറ്റി ഉടനെ തന്നെ. പിന്നെ നമുക്ക് എന്തില്ല, അതൊരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാനുള്ള ഒരു സമയം വരെ ഇല്ല. ചിന്തിച്ചു നോക്കിയട്ടെ, ഇങ്ങനെയുള്ളൊരു നിസ്കാരം സഹോദരന്മാരെ അള്ളാഹുവിന്റെ അടുത്തേക്ക് എത്തുമോ എന്നുള്ളത് കൂടി നമ്മൾ ആലോചിക്കണം. ചില ആൾക്കാരെന്ന് വെച്ചാൽ പിന്നെ ഷർട്ടിന്റെ ബട്ടൺ വരെ എന്തില്ല നിസ്കാരത്തിലിടുക, നിസ്കാരത്തിലാണ്. അതേപോലെ തന്നെയാണ് പിന്നെ അനാവശ്യമായ ചലനങ്ങൾ, അനാവശ്യമായി വെറുതെ അവിടെ ഇവിടെ ചൊറിഞ്ഞിരിക്കുക നിസ്കാരത്തിൽ. ഇപ്പൊ എവിടെയെങ്കിലും ചൊറിയാൻ കിട്ടിയാൽ എന്തെങ്കിലും ചൊറിയണം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ വെറുതെ ചൊറിഞ്ഞിരിക്കുക അതെന്തില്ല, ഒരിക്കലും പാടില്ലാത്തൊരു കാര്യമാണ്. അപ്പൊ ഇത്തരം അശ്രദ്ധയാകി തീരുന്ന ഈ തിന്മകൾ എന്ത് ചെയ്യണം? വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു വിഷയമാണ്. അതേപോലെ തന്നെയാണെന്ന് വെച്ചാൽ മനഃപൂർവ്വം ഇമാമിന് മുൻകടക്കുക. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അള്ളാഹു പറഞ്ഞു, വകാനൽ ഇൻസാനു അജൂല. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ അവൻ ധൃതിയുടെ ആളാണ്, സ്പീഡിൽ. അതുകൊണ്ടാണ് ചില ആളുകൾ എന്ന് വെച്ചാൽ ഈ തറാവിന്റെ സമയത്തൊക്കെ ചില ആളുകൾ നേരെ വെയിറ്റ് ചെയ്യുക, ഇശാ ജമാഅത്തിന് എത്തൂല. ആളുകളും ചോദിക്കാം, ഇത് തറാവിക്ക് പോയിട്ടില്ലെന്ന് ചോദിക്കാം, ഇശാന് പോയില്ലോ ചോദിക്കാറുണ്ടോ? ഇല്ല. ഇന്നലെ ഇന്നലെ തറാവിക്ക് കണ്ടിട്ടില്ലല്ലോ. നമ്മൾ ആരെങ്കിലും ഇന്നലെ ഇശായിന് കണ്ടിട്ടില്ലല്ലോ, എവിടെ പോയത് ചോദിക്കൂല. കാരണം എന്താ? ഇത് തറാവിക്ക് കണ്ടില്ലല്ലോ. തറാവിക്ക് വരുത്തണെന്ന് വെച്ചാൽ ഒരു റക്കാത്ത് തുടങ്ങുമ്പോ പിന്നെ ഇശാൻ കൂടെ നിസ്കരിക്കുമ്പോൾ 2 റക്കാത്ത് കഴിയല്ലോ. പിന്നെ 3ാമത്തെ റക്കാത്തും കഴിഞ്ഞ് 4ാമത്തെ റക്കാത്ത് റുക്കുവിനെ എന്ത് ചെയ്യുക? കയറുക. അപ്പൊ എന്ത് ചെയ്യും? നിസ്കാരം കിട്ടിയാൽ ചോദിച്ചാൽ നിസ്കാരം കിട്ടി, കൂലി മുഴുവനും കിട്ടിയാൽ ചോദിച്ചാലോ? ഇല്ല. ഇമാമിന്റെ കൂടെ പൂർണ്ണമായി നമസ്കരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുക? ആ രാത്രി മുഴുവൻ നിസ്കരിച്ചതിന്റെ കൂലി കിട്ടുക. ചില ആളുകൾ എന്ന് വെച്ചാൽ ലാസ്റ്റ് 3 റക്കാത്ത് എന്ത് ചെയ്യും? ബാക്കി വെച്ചിട്ട് പോകും, 8 റക്കാത്ത് മാത്രം നിസ്കരിച്ചു പോകുന്നത്. കൂലി ഉണ്ടാവും, പക്ഷെ രാത്രി മുഴുവനും നിന്ന് നമസ്കരിക്കുന്ന ആ കൂലി കിട്ടണമെങ്കിൽ ഇമാമിന്റെ കൂടെ എന്ത് ചെയ്യണം? മുഴുവൻ നമസ്കരിക്കണം. ഞാൻ പറഞ്ഞു വെച്ചാല് നിസ്കാരത്തിൽ പോലും പലപ്പോഴും എന്ത് ചെയ്യാന്ന് വെച്ചാല് ഇമാമിനെ മുൻകടക്കുന്നവരാണ്. ഇമാം റുക്കൂലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുക? റുക്കൂലേക്ക് പോവുക. ഇമാം സുജൂദിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ സുജൂദിലേക്ക് നമ്മൾ എത്തുക. ഇമാം സലാം കൂട്ടുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക? നമ്മൾ സലാം കൂട്ടുക. അത് പാടില്ല. ആ നിസ്കാരം തന്നെ സ്വീകാര്യമായി തീരില്ല. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളൊക്കെ ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ അവര് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുക്കൂയിലേക്ക് പോയതിന് ശേഷം മാത്രമേ മഅ്മൂം എന്ത് ചെയ്യും? റുക്കൂയിലേക്ക് പോകും. അപ്പോൾ ശരിക്കും ശ്രദ്ധിക്കണം. നമ്മുടെ നിസ്കാരം ശരിയല്ലെങ്കിൽ നാളെ പരലോകത്ത് ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്നത് നിസ്കാരമാണ്. ഇബാദത്തിന്റെ കൂട്ടത്തിൽ നിസ്കാരം. അപ്പോ ഇമാമ റുക്കൂയിലേക്ക് പോയി അതിനുശേഷം നമ്മൾ റുക്കൂയിലേക്ക് പോകുക. ഇമാമ റുക്കൂയിൽ നിന്ന് എഴുന്നേറ്റതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക? എഴുത്തുദാലിലേക്ക് വരിക. ഇമാമ സുജൂദിലേക്ക് എത്തിയാൽ നമ്മൾ സുജൂദിലേക്ക് പോവുക.
ഇമാമിന്റെ മുമ്പേ ആകാൻ പാടില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചിലപ്പോഴൊക്കെ എന്താ വെച്ചാൽ അബദ്ധത്തിലൊക്കെ പെട്ടു. ചില ആ സൂറത്തുകളൊക്കെ കേൾക്കുമ്പോൾ എന്ത് ചെയ്യും, ഇപ്പോ ആയത്തുൽ കുർസിയൊക്കെ ഓതുന്ന സമയത്ത് എന്താ ചെയ്യും, അള്ളാഹു ലാ ഇലാഹ ഇല്ല എന്ന് ഓതുന്ന സമയത്ത് എന്ത് ചെയ്യും, ചിലപ്പോൾ അള്ളാഹു പറഞ്ഞു വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യും, റുക്കൂലേക്ക് പോകണം. ഒരു അശ്രദ്ധയാണെങ്കിലും അങ്ങനെ മനഃപൂർവ്വം നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അത് നിസ്സാരമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, കാണാൻ പാടില്ല. അതുകൊണ്ട് നിസ്കാരത്തിന് ധൃതി കുട്ടി വരുന്ന ഒരു സ്വഭാവം നമ്മൾ ഒഴിവാക്കണം. അത് നമ്മൾ ശ്രദ്ധിക്കാം. അതേപോലെ തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിന്നെ നമ്മൾ നിസ്സാരമായി കാണുന്ന ചില കാര്യങ്ങൾ, നിസ്സാരമായി കാണുന്ന കാര്യത്തിന്റെ കൂട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് ഈ കൈക്കൂലി. ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. കൈക്കൂലി, ഏത് കാര്യത്തിനും കൈക്കൂലി വാങ്ങുന്ന സ്വഭാവങ്ങൾ ഏറ്റവും കൂടുതൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെന്ത് ചെയ്യുക, കൈക്കൂലി വാങ്ങുക. സാധാരണക്കാരൊന്നും ഇല്ല, കൈക്കൂലി വാങ്ങല് ഇല്ലാന്ന് തന്നെ പറയാം. എത്രയോ ശമ്പളം കിട്ടുന്ന ആളുകൾ ഉണ്ടായിട്ട് പോലും എന്ത് ചെയ്യാണ്, നിസാരമായിട്ടുള്ള ഒരു ആവശ്യത്തിന് വേണ്ടി എന്ത് ചെയ്യുക, ആളുകളോട് കൈക്കൂലി വാങ്ങുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കൈക്കൂലി വാങ്ങുക എന്നുള്ളത് എന്താണ്, തെറ്റായിട്ടുള്ള കാര്യമാണ് എന്ന് മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ അന്യന്റെ മുതലിനെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ആഗ്രഹിക്കാൻ പാടില്ല. അന്യന്റെ മുതൽ ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ല. അത് നമുക്ക് അർഹതപ്പെട്ടതല്ല, അർഹതപ്പെട്ടത് മാത്രമേ വാങ്ങാൻ പാടുള്ളൂ. അർഹതയില്ലാത്ത ഒരു സാധനങ്ങളും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ഒരിക്കലും നമ്മുടെ കയ്യിലാക്കാൻ പാടില്ല. എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി കയ്യേറൽ വരെ എന്താണ്, വലിയ തെറ്റാണ്. ഭൂമി കയ്യേറൽ അല്ലെ, അതിരുകൾ മാറ്റി വെക്കുക. ഇപ്പോ ജ്യേഷ്ഠനും അനുജനും ഒരു സ്ഥലം എടുത്തിട്ട് പിന്നെന്ത് ചെയ്യുക, അത് ജ്യേഷ്ഠന് ഇവിടെ ഇല്ലെങ്കിൽ അതിന്റെ അതിലെന്ത് ചെയ്യുക, സ്വല്പം അങ്ങോട്ടേക്ക് ആക്കുക. ചിലപ്പോൾ ജ്യേഷ്ഠന് മനസ്സിലാവൂല, അല്ലെങ്കിൽ അനുജന് മനസ്സിലാവൂല, പക്ഷെ ആർക്ക് മനസ്സിലാവും, അള്ളാഹുവിന് മനസ്സിലാവും. അത് ചെറിയൊരു അംശമാണെങ്കിലും ശരി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അങ്ങനെ അളവുകളിൽ കൃത്രിമം കാണിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മൻ അഖദ മിനൽ അർദി ഷൈഅൻ ബിഗൈരി ഹഖ്ഖിഹി ഖുസിഫ ബിഹി യൗമൽ ഖിയാമത്തി ഇലാ സബഇ അർദീൻ. 7 ഭൂമിയുടെ അടിയിലേക്ക് എന്ത് ചെയ്യും, പരലോകത്ത് ഖിയാമത്ത് നാളിൽ എന്ത് ചെയ്യും, അവനെ താഴ്ത്തിക്കളയുന്ന, ഭൂമിന്റെ ഏറ്റവും അടിയിലേക്ക് എന്ത് ചെയ്യും, അവനെ താഴ്ത്തിക്കളയുന്നു. അതല്ലല്ലോ നമുക്ക് വേണ്ടത്, അല്ല. അപ്പൊ നിസാരമായ ഒരു ചെറിയൊരു കാര്യത്തിന്റെ പേരിൽ സഹോദരന്മാരെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, അന്യന്റെ മുതലുകൾ ഭൂമിയാണെങ്കിലും ശരി ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, ആഗ്രഹിക്കരുത്. അത് അളക്കുന്ന കാര്യത്തിൽ വളരെയധികം സൂക്ഷ്മത പാലിക്കണം. നമ്മൾ സ്ഥലങ്ങളൊക്കെ അളക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു സ്ഥലം പോലും നമ്മളതല്ലെങ്കിൽ അത് നമ്മുടെ ഭാഗത്തേക്ക് ആകാതിരിക്കാൻ എന്ത് ചെയ്യണം, അത്രമാത്രം സൂക്ഷ്മതകൾ എന്തെങ്കിലും പാലിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅനല്ലാഹു മൻ ഗയ്യറ മനാറൽ അർദ്, അടയാളങ്ങൾ മാറ്റി ഭൂമി ശബ്ദമാക്കുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചു എന്നാണ് പറഞ്ഞത്. അള്ളാഹു ശപിച്ച ആൾക്കാരുടെ കൂട്ടത്തിലാണ്. അപ്പൊ നമ്മൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ, ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ചെയ്ത ആളോട് പറയണം, എന്താണ്, ഞാൻ അറിയാതെ നിങ്ങളുടെ ഭൂമിയുടെ ചെറിയ ഒരു സെന്റ് ഒന്നും വേണമെന്നില്ല, ഒരു ചെറുത് മതി, ചെറിയ തുണ്ടം മതി, അത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ എടുത്തു പോയിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ അറിഞ്ഞിട്ടില്ല, പക്ഷെ അത് ഞാൻ തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി നിങ്ങൾ പറയുന്ന വില ഞാൻ എന്ത് ചെയ്യാൻ തരാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നരകത്തെ നമ്മൾ എന്ത് ചെയ്യണം, സൂക്ഷിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് സഹോദരന്മാരെ. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിഷയം എന്താണ്? എന്തുകൊണ്ടാണ് ഇതൊക്കെ പ്രവാചകൻ പഠിപ്പിച്ചത്? ഇത് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ പലരും നിസാരമായിട്ട് എന്ത് ചെയ്യാണ്, ഇത് കാണുക, നിസാരമായിട്ട് എന്തെങ്കിലും കാണുന്നു. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, പ്രത്യേകമായി ശ്രദ്ധിക്കണം. അതേപോലെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ച വിഷയമാണ് പരദൂഷണം പറയുക, ഏഷണി പറയുക. ഇത് മനുഷ്യന്മാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു വിഷയമാണ്. വളരെയധികം സൂക്ഷിപ്പിക്കേണ്ട ഒരു വിഷയമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ തന്നെ പഠിപ്പിച്ചത്. വലാ യതബഅകും ബഅദ അയുഹിബ്ബു അഹദുകും അൻ യഅകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമു. നിങ്ങൾ നിങ്ങളുടെ മരണപ്പെട്ട നിങ്ങളുടെ സഹോദരന്റെ മാംസം അതിൽ നിന്ന് എടുത്തുകൊണ്ട് ഭക്ഷിക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? ആരും ഇഷ്ടപ്പെടുക? ഒരാൾ മരിച്ചു കിടക്കുന്നു, അയാളോട് ഒരു മാംസം എടുത്തിട്ട് ഭക്ഷിക്കാന്ന് പറഞ്ഞാൽ എല്ലാവരും വെറുക്കുന്ന ഒരു കാര്യമല്ലേ? അതേപോലെ തന്നെയാണ് പരദൂഷണത്തെ കുറിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നത്, പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഇല്ലാത്തത് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കണം. നമ്മൾ ചിലപ്പോൾ എന്താ വെച്ചാൽ ആളുകളോട് പലതും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആളുകൾ വിശ്വസിക്കും ഇല്ലാത്തതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ
അത് അള്ളാഹുവിൻ്റെ അടുത്ത് എന്താണ് വലിയൊരു തെറ്റായിട്ടാണ് എന്ത് ചെയ്യുക സഹോദരന്മാരെ രേഖപ്പെടുത്തി വെക്കുക എന്നും കൂടി നമ്മൾ എന്ത് ചെയ്യണം മനസ്സിലാക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അതേപോലെ തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരു കാര്യമാണ് നമ്മളൊക്കെ നിസ്സാരമായി കാണുന്ന തിന്മ. വളരെ നിസ്സാരമാണ്. അതെന്ന് വെച്ചാല് ആൺവർഗം എന്ത് ചെയ്യുക സ്വർണം ധരിക്കുക. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ വെച്ചാൽ ഉഹില്ലൽ ഇനാതി ഉമ്മത്തിൽ ഹരീറു വദ്ദഹബ് വഹുരിമ അല ദുകൂരിഹാ. എൻ്റെ ഉമ്മത്തിന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പട്ടും സ്വർണവും എന്ത് ചെയ്തിട്ടുണ്ട് ഹറാമാക്കിയിട്ടുണ്ട്. ആർക്കെന്നറിയോ? പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്തിട്ടുണ്ട് ഉഹില്ലൽ ഇനാതി ഉമ്മത്തി അൽ ഹരീറു വദ്ദഹബ്. സ്ത്രീകൾക്ക് പട്ടും എന്താണ് സ്വർണം ഹലാലാണ്. വഹുരിമ അല ദുകൂരിഹാ. ഇത് രണ്ടും പുരുഷന്മാർക്ക് എന്താണ് ഹറാം. അപ്പൊ അതില് ചെറിയ ആൺകുട്ടി പറ്റുമോ? ആൺകുട്ടിയോടും ഒരാണല്ലേ, ഒരാണാണ്. ആൺകുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? സ്വർണം ധരിപ്പിക്കാൻ പാടില്ല. ആ സ്വർണം ധരിപ്പിച്ചാൽ അതിന്റെ ഉത്തരവാദിത്തം ആരാന്നറിയോ? അവന്റെ ഉമ്മയും ഉപ്പയാണ്. അത് ചെറിയ കുട്ടിയല്ലേ. ഇപ്പൊ ചെറിയ കുട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ കള്ളു കൊടുക്കുമോ? ഇല്ലല്ലോ, കൊടുക്കൂല. കാരണം എന്താണ്? ഹറാമാന്ന് പറയും, തെറ്റാണെന്ന് പറയില്ലേ? അതേപോലത്തെ ഗൗരവമുള്ള ഒരു വിഷയത്തെ കുറിച്ചിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ആണുങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ആണ് സ്വർണം ധരിക്കാൻ പാടില്ല എന്നുള്ളത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാള് ഒരു മോതിരം ധരിച്ചു വന്നപ്പോഴേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഈ മോതിരം കൊണ്ട് നീ നരകത്തിലേക്ക് പോകാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? മോതിരം കൊണ്ടേ സ്വർണം ഇട്ടത് അദ്ദേഹം എന്താ വെച്ചാൽ അത് ഊരിയിട്ടത് ഇത് വലിച്ചിട്ടത്. അപ്പൊ ഒരാൾ വന്നിട്ട് പറഞ്ഞു അതിനാണ് നീ ആ സ്വർണം അങ്ങോട്ട് വലിച്ചെറിഞ്ഞത്? നീ ധരിക്കാതിരുന്ന പോരെ, എനിക്കത് പിന്നെ നിന്റെ കയ്യിൽ വെക്കാലോ. അദ്ദേഹം പറഞ്ഞതെന്നറിയാം, എൻ്റെ പ്രവാചകൻ ആ സ്വർണത്തെ കുറിച്ചിട്ടാ പറഞ്ഞത് എനിക്ക് നരകം ഉണ്ടാവും, എനിക്ക് നരകം കിട്ടുന്ന ആ സ്വർണം എൻ്റെ ജീവിതത്തിൽ തന്നെ വേണ്ട. നോക്കിയിട്ട് അത്രയും സൂക്ഷ്മതയായിരുന്നു അവരൊക്കെ. സഹോദരന്മാരെ, അവരാഗ്രഹിച്ച സ്വർഗമല്ല നമ്മളെ ഓരോരുത്തർ ആഗ്രഹിക്കുന്നത്. അവരാഗ്രഹിച്ച സ്വർഗമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ നല്ലൊരു സൂക്ഷ്മത ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പരലോകത്ത് വലിയൊരു നഷ്ടക്കാരുടെ കൂട്ടത്തിൽ എന്ത് ചെയ്യും? ഉൾപ്പെടും. അതേപോലെ തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു സ്ത്രീകളുടെ വസ്ത്രവിധാനത്തെ കുറിച്ചിട്ട്. ഇടുങ്ങിയതും നീളം കുറവുമുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്ന സ്ത്രീകൾ അല്ലേ. ഇപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്ന് വെച്ചാൽ പുരുഷന്മാര് ഞെരിയാണിക്ക് താഴെ ആകാൻ പാടില്ല, സ്ത്രീകൾ താഴ്ത്തണം എന്നാണ്. അപ്പൊ സ്ത്രീകൾ വിചാരിച്ചെന്താണ്? പുരുഷന്മാരോട് പറഞ്ഞ കാര്യം നമ്മളോടാ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു? അവർ ഞെരിയാണിക്ക് മുകളിൽ പൊക്കാൻ തുടങ്ങി. പുരുഷന്മാരെ വിചാരിച്ച് സ്ത്രീകളോട് പറഞ്ഞത് ഞെരിയാണിക്ക് താഴെ ആക്കണം എന്ന് പറഞ്ഞത് പുരുഷന്മാര് വിചാരിച്ചെന്താണ്? നമ്മളോടാ പറഞ്ഞത്. അതുകൊണ്ട് എന്ത് ചെയ്ത്? നിലത്തിട്ട് വലിക്കാൻ തുടങ്ങി. നിലത്തിട്ട് വലിച്ചു നടക്കുകയാണ്. നേരെ ഓപ്പോസിറ്റ് ആണ് ചെയ്യുന്നത്. ഇപ്പൊ പെരുന്നാളൊക്കെയാണല്ലോ വരാൻ പോകുന്നത്. നമ്മുടെ മക്കളുടെ വസ്ത്രവിധാനത്തിന്റെ കാര്യത്തിൽ സഹോദരന്മാരെ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? കാസിയാത്തുൻ ആരിയാത്തുൻ മുമീലാത്തുൻ മായിലാത്തുൻ റൂസഹുന്ന കഅസ്നമത്തിൽ ബുഖ്തിൽ മായില ലാ യദ്ഖുൽനൽ ജന്നത വലാ യജിദുന റീഹഹ. ചില സ്ത്രീകളുണ്ട്, അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, ധരിക്കാത്തവരെ പോലെയാണ്. ഇടുങ്ങിയ വസ്ത്രങ്ങൾ ധരിക്കുന്നത്, അവരുടെ ശരീരത്തിന്റെ അവയവങ്ങൾ പുറത്തേക്ക് കാണുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്ന ആളുകൾ, അത്തരം ആളുകൾക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താണെന്നറിയോ? സ്വർഗ്ഗമില്ലെന്നല്ല, സ്വർഗത്തിന്റെ വാസന പോലും കിട്ടൂല. സ്വർഗത്തിന്റെ വാസന പോലും കിട്ടൂല. നമ്മുടെ പെൺമക്കൾ ഇത്തരം ആൾക്കാരുടെ കൂട്ടത്തിലാണെങ്കിൽ നമ്മൾ ആലോചിച്ചോ, അവർ എവിടത്തേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത്? അള്ളാഹു പറഞ്ഞെന്താണ്? യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. സൂറത്ത് തഹരീമിന്റെ 6-ാമത്തെ വചനം. വിശ്വാസികളെ എന്ന് വിളിച്ചിട്ട് അള്ളാഹ് പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. ഇപ്പൊ ഒരു വലിയൊരു തിന്മയാണത് നമ്മുടെ മക്കൾക്ക് അല്ലെ. ആൺകുട്ടികൾ എന്ത് ചെയ്യുക? പെൺകുട്ടികളുടെ വസ്ത്രം ധരിക്കുക, പെൺകുട്ടികൾ ആൺകുട്ടികളുടെ വസ്ത്രം ധരിക്കുക. ഇപ്പൊ അങ്ങനെയാണ്. അപ്പൊ പൊതുവെ എന്താ വെച്ചാൽ പെൺകുട്ടികൾ എന്ത് ചെയ്യുക? ആൺകുട്ടികളുടെ വസ്ത്രം ധരിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ വെച്ചാൽ ആൺവേഷം ധരിക്കുന്ന പെണ്ണിനെയും പെൺവേഷം ധരിക്കുന്ന ലഅനല്ലാഹു റജുല യൽബസു ലബ്സത്തുൽ മർഅതി വൽ മർഅതു തൽബസു ലബ്സത്തുൽ റജുൽ. ആണിന്റെ വേഷം ധരിക്കുന്ന പെണ്ണും പെണ്ണിന്റെ വേഷം ധരിക്കുന്ന ആണും അള്ളാഹു ശപിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ മക്കൾക്ക്, പെൺകുട്ടികൾക്ക് ജീൻസും ടീഷർട്ടും ഇട്ട് നടക്കാൻ വേണ്ടി
നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ചിന്തിച്ചോ അവരെ നരകത്തിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് മാത്രമല്ല അള്ളാഹുവിന്റെ ശാപം കിട്ടിയ ആൾക്കാരാണ് അവർ. ആരാണ് കാരണക്കാർ? നമ്മൾ തന്നെയാണ്. അത് സ്കൂളിലെ യൂണിഫോം ആണെങ്കിലും ശരി, എവിടുത്തെ കാര്യങ്ങളാണെങ്കിലും ശരി, നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളെന്ന് വെച്ചാൽ പരലോകത്തേക്ക് പോകേണ്ട ആൾക്കാരാണ്. ദുര്യാവ് വിട്ട് പരലോകത്തെ എത്തേണ്ട ആൾക്കാരാണ്. ആ ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടാവും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിങ്ങൾ നിരന്തരം മരണത്തെക്കുറിച്ച് ചിന്തിക്കുക. സുഖാനുഭൂതികളെ മുറിച്ചു കളയുന്ന മരണം നിങ്ങളുടെ മുമ്പിലുണ്ട്. ആ മരണത്തെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം നന്നാക്കിയെടുക്കാൻ കഴിയുന്ന. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യണം. കാരണം എന്താണ്? അത് മരണത്തെക്കുറിച്ചിട്ടും പരലോകത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. ഇതൊക്കെ പഠിപ്പിച്ചെന്തിനാണെന്നറിയാം സഹോദരന്മാരെ? നമ്മൾ പരലോകത്തേക്ക് എത്തും എന്നുള്ളത് എന്താണ്? 100% ഉറപ്പാണ്. 100%. ഇത് ഗൾഫിലേക്ക് പോകുമ്പോൾ തന്നെയല്ലോ. ഗൾഫിലേക്ക് പോകുന്ന പറഞ്ഞാൽ ചിലപ്പോൾ ക്യാൻസൽ ആവും, പിന്നെ ജീവിതത്തിൽ പോകാൻ കഴിഞ്ഞോളന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇതങ്ങനല്ല. ഇത് 101% ഉറപ്പാണ്. നമ്മൾ മരണപ്പെടും. നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റക്കാണ് ഖബറിൽ. ഇന്ന് നമ്മൾ ഈ പള്ളിയിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ നാളെ ഒരുപക്ഷെ ഈ നേരത്ത് പള്ളിക്കാട്ടിലായിരിക്കും. നമുക്ക് പറയാൻ സാധ്യമല്ല. നമ്മളെ ഖബറടക്കാൻ വേണ്ടി 100 കണക്കിന് ആളുകൾ പള്ളിക്കാട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ ആളുകൾ മുഴുവനും നമ്മളെ ഖബറിലേക്ക് ഒറ്റക്കാക്കിക്കൊണ്ട് അവരെന്ത് ചെയ്യും? എല്ലാവരും തിരിച്ചു പോകും. എല്ലാവരും ആരോടുക്കൂല. എന്റെ ഉപ്പയാണ് ഖബറിൽ കിടക്കുന്നത്, എന്റെ ജ്യേഷ്ഠനാണ്, എന്റെ സുഹൃത്താണ്, എന്റെ മകനാണ്, എന്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞിട്ട് ഖബറിന്റെ അടുത്തുന്നില്ല. ദിവസങ്ങളോളം അവിടെ നിൽക്കുകയും ചെയ്യില്ല. എല്ലാവരും പോവും, എല്ലാവരും തിരിച്ചു പോകും. പിന്നെ നമ്മളുള്ളത് ഒറ്റക്ക് ഖബറിലാണ്. അവിടെ നമുക്ക് രക്ഷയായിട്ടുള്ളത് നമ്മുടെ പ്രവർത്തനങ്ങൾ മാത്രമാണ് സഹോദരന്മാരെ. നമ്മൾ ചെയ്തിരിക്കുന്ന നന്മകൾ, അതിൽ നമ്മുടെ നോമ്പ് പെടും, നമ്മുടെ ഖുർആൻ ഓത്തുപെടും, നമ്മുടെ നമസ്കാരം പെടും. അതൊക്കെ സ്വീകാര്യമായി തീരണമെങ്കിൽ അല്ലാഹുവും റസൂലും പഠിപ്പിച്ചതുപോലെയുള്ള ഇബാദത്തുകൾ എന്തെങ്കിലും ചെയ്യണം. തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ മാക്സിമം നമ്മൾ എന്തെങ്കിലും ശ്രദ്ധിക്കണം. ചില തെറ്റുകളൊക്കെ അറിയാതൊക്കെ പോയിട്ടുണ്ടാവാം. പക്ഷേ ആ തെറ്റിലേക്ക് ഇനി പോകില്ല എന്ന് തീരുമാനത്തിൽ നമ്മൾ ഉണ്ടാക്കണം. ഒരു തെറ്റിനെയും നമ്മൾ എന്ത് ചെയ്യരുത്? നിസ്സാരമായിട്ട് കാണാൻ പാടില്ല. ചെറിയ തെറ്റാണെങ്കിൽ പോലും, കളവ് പറയുന്നത് പോലും അതിനെപ്പോലും നിസ്സാരമായിട്ട് കാണരുത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിങ്ങൾ എത്ര കൈപ്പുണ്ടെങ്കിലും ശരി കളവ് പറയില്ലേ എന്ന്. എന്തുകൊണ്ടാണെന്നറിയോ? അതെന്താണ്? ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് ഈ റമളാൻ നമുക്ക് മാറ്റത്തിന് വിധേയമാക്കാനുള്ള റമളാനാണ്. പാപങ്ങൾ കഴുകാനുള്ള റമളാനാണ്. തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള റമളാനാണ്. തിന്മകളിൽ നിന്ന് അകറ്റി നിർത്താനുള്ള റമളാനാണിത്. അത് നമ്മൾ എന്ത് ചെയ്യണം? കഴിവിന്റെ പരമാവധി ഉപയോഗപ്പെടുത്തണം. റമളാനിലൊക്കെ നമ്മൾ ഒരാൾ ചീത്ത വിളിച്ചാലേ നമ്മൾ തിരിച്ചു വിളിക്കുമോ? ഇല്ല. നമ്മൾ പറയുന്നതാണ് അനസായും, ഞാൻ നോമ്പുകാരനാണ്. അതിന്റെ അർത്ഥം എന്താ? മഗ്‌രിബിന്റെ ഞാൻ കാണിച്ചു തരാം. അല്ല, മഗ്‌രിബ് കഴിഞ്ഞാലും നോമ്പ് കഴിഞ്ഞാലും നമ്മൾ ഒരാളും ചീത്ത വിളിക്കാൻ പാടില്ല. കാരണം എന്താണ്? അത് നോമ്പിലൂടെ ഞാൻ ഉണ്ടാക്കിയ സംസ്കാരമാണ്. ഇപ്പൊ നമ്മളിങ്ങനെ ഖുർആൻ ഓതുന്നു അല്ലേ? പിന്നെ 10ാമത്തെ നോമ്പില് നമ്മൾ എത്രയായി ഖുർആൻ ഓതിയിട്ട്? ഏകദേശം നോമ്പിന് അനുസരിച്ചുള്ള പിന്നെ ജുസെങ്കിലും ആയിട്ടുണ്ടോ? ചിന്തിക്കേണ്ടതില്ലേ? നമ്മൾ അതിന്റെ കൂടെ പോകണം, അതിന്റെ കൂടെ തന്നെ യാത്ര ചെയ്യണം. എന്തിനാണെന്നറിയോ? റമളാന് കഴിഞ്ഞാലും നമ്മൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഖുർആന്റെ കൂടെ തന്നെ പോകാൻ കഴിയണം. ഖുർആന്റെ കൂടെ തന്നെ. നമ്മൾ എത്ര മണിക്കൂറാണ് സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ചെലവഴിക്കുന്നത്? എന്തുകൊണ്ട് ഖുർആനിന് വേണ്ടി നമ്മൾ സമയം മാറ്റി വെച്ചുകൂടാ? എന്തുകൊണ്ട് മാറ്റിക്കൂടാ സഹോദരന്മാരെ? അത് മാറ്റിവെക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? സമയം കണ്ടെത്തണം. രാവിലെയും രാത്രിയും ഖുർആൻ ഓതണം. പ്രഭാതത്തിൽ ഖുർആൻ ഓതണം. രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്തും ഞാൻ ഖുർആനോട് കൂടിയേ ഞാൻ ഉറങ്ങും എന്നുള്ള തീരുമാനത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? എത്തണം. അതായിരിക്കട്ടെ ഈ റമളാനിലൂടെ നമ്മൾ ആർജിച്ചെടുക്കുന്ന തഖ്വകൾ സഹോദരന്മാരെ. അതുകൊണ്ട് ചെറിയ ചെറിയ തിന്മകളാണെങ്കിലും ആ തിന്മകളിൽ നിന്ന് നോ പറയാൻ നമുക്ക് എന്ത് ചെയ്യണം? സാധിക്കണം. എല്ലാ തിന്മകളെ തൊട്ടും നമ്മൾ മാറി നിൽക്കുക എന്ന് മാത്രമല്ല, അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ലൊരു ജീവിതം നയിക്കുവാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിച്ച് ചെയ്യുമാറാകട്ടെ.